ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഐഗൻ വാല്യൂ ഐഗൻ വെക്ടറിന്റെ പ്രോബ്ലംസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടറിന്റെ പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെ ഐഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഐഗൻ വാല്യൂസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പോൾ 3/3 2/3 മെട്രിക്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. 3/3 മെട്രിക്സിൽ 3 ഐഗൻ വാല്യൂസും ഡിഫറെന്റ് ആണെങ്കിലുള്ള ഐഗൻ വെക്ടർ കാണുന്ന പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 3 ഐഗൻ വാല്യൂവിൽ ഒരെണ്ണം ഡിഫറെന്റ്, ബാക്കി 2 എണ്ണം സെയിമും ആയാൽ, 2 ഐഗൻ വാല്യൂസ് സെയിമും ഒരെണ്ണം ഡിഫറെന്റും ആയാൽ എങ്ങനെയാണ് ഐഗൻ വെക്ടർ കാണുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടർ. Okay. First question. Matrix A is equal to 3 0 0 minus 3 4 9 0 0 3. ഇതിന്റെ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. എന്താണ് ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് മൈനേഴ്സ് അല്ലേ. പ്ലസ് സം ഓഫ് മൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M11 M22 M33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് A ഈസ് ഈക്വൽ ടു 0. ഓരോന്നും നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് എന്താണ്, ഈ ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റിന്റെ മെയിൻ ഡയഗണൽ എലമെന്റിന്റെ സം. അപ്പോൾ 3 + 4 + 3, അപ്പോൾ എന്ത് കിട്ടുന്നു 10 ലാംഡ സ്ക്വയർ പ്ലസ് M11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു 12 കിട്ടുന്നു. M22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, A22 പോയിട്ട് A22 വരുന്ന റോയും കോളം മാറ്റി നിർത്തി ബാക്കിയുള്ള ഡിറ്റ് വരും, അപ്പോൾ 9 വരുന്നു. അടുത്ത എന്ത് കിട്ടുന്നു 12 കിട്ടുന്നു. മൈനസ് അടുത്ത എന്താ വരുന്നത് 3 × 12 36 വരും അല്ലേ. ബാക്കി 2 0 അല്ലേ. അപ്പോൾ നമുക്ക് ലാംഡ ക്യൂബ് മൈനസ് 10 ലാംഡ സ്ക്വയർ പ്ലസ് 33 ലാംഡ മൈനസ് 36 ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഐഗൻ വാല്യൂസ്, അതായത് ലാംഡയുടെ വാല്യൂസ് ഐഗൻ വാല്യൂസ് ആർ 4 3 3 എന്നാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4ഉം 3ഉം മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈക്വൽ സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കോഎഫിഷ്യന്റിലേക്ക് നേരെ പോകുന്നതാണ്. അതായത് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്ററിലുള്ള ഉത്തരത്തിൽ രണ്ടാമത്തെ വാല്യൂ, അതായത് 3 എന്ന് പറയുന്നത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഓരോ ഐഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ഐഗൻ വെക്ടർ. അപ്പൊ ഐഗൻ വെക്ടർ കാണുന്നത് എങ്ങനെയാണ്, ഐഗൻ വെക്ടർ കാണുന്നത് A മൈനസ് ലാംഡ A ഇൻറ്റു X ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മുടെ A മെട്രിക്സിന്റെ ഡയഗണലി നമ്മൾ ലാംഡ കുറയ്ക്കണം. അപ്പോൾ 3 മൈനസ് ലാംഡ 0 0 മൈനസ് 3 4 മൈനസ് ലാംഡ 9 0 0 3 മൈനസ് ലാംഡ. ക്യാപിറ്റൽ X എന്ന് പറയുന്നത് X1 X2 X3 വിച്ച് ഈസ് ഈക്വൽ ടു 0 0 0. ഓക്കെ അല്ലേ. ഇനി എന്താ വരുന്നത്, വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 4ലുള്ള ഐഗൻ വെക്ടർ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ 3 മൈനസ് 4 മൈനസ് 1 0 0 മൈനസ് 3, അടുത്ത 4 മൈനസ് 4 0 വന്നു, അടുത്ത 9 0 0 മൈനസ് 1 X1 X2 X3 is equal to 0 0 0. ഇനി എന്താ ചെയ്യേണ്ടത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ റോ ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം.
ഞാൻ 1 2 ചൂസ് ചെയ്യുന്നു. അപ്പോൾ x1 x2 x3 ഇങ്ങനെ എഴുതുന്നു. അതിനുശേഷം -1 0 0, രണ്ടാമത്തെ റോ എന്താണ് -3 0 9, ഒരു വര വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? x1 ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു x3 ഡിവൈഡ് ബൈ എന്ന് എഴുതിയിട്ട് x1 വരുമ്പോൾ x1ന്റെ അടിയിൽ എന്താ x1 വരുന്ന റോയും കോളം മാറ്റുന്നത്, ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ എടുക്കുന്നത് 0 ആണ്. അടുത്ത എന്ത് കിട്ടുന്നു? x2 എടുക്കുമ്പോൾ x2ന്റെ അടിയിൽ എന്താ x2 വരുന്ന റോയും കോളം മാറ്റുന്നത്, ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ എടുക്കുമ്പോൾ -9 എന്ന് വരുന്നു. ഇതെന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. അതായത് നമുക്ക് കിട്ടുന്ന x1 ബൈ 0, x2 ബൈ 9, x3 ബൈ 0 എന്നാണ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഐഗൺ വെക്ടർ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ എഴുതുക. ഇവിടെ 9 അല്ലേ കിടക്കുന്നത്. ഇപ്പൊ ത്രൂ ഔട്ട് നമ്മളൊരു 9 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറുന്നു? x1 ബൈ 0, x2 ബൈ 1, x3 ബൈ 0 എന്നായി മാറി. അതായത് ക്യാപിറ്റൽ x1 നമുക്ക് എന്ത് കിട്ടി? 0 1 0 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3 കൊടുക്കുന്നു. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3, വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം എന്തായിരുന്നു? ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 3 അല്ലായിരുന്നു. അപ്പൊ 3 - 3 0 വരുന്നല്ലേ. 3 - 3 0. നിങ്ങൾ നോക്കിയാൽ മതി ബുക്കിൽ 0 0 0. സെക്കൻഡ് റോയോ -3 4 - 3 ആണ്. 4 - 3 എന്ത് കിട്ടുന്നു? 1 9. അടുത്തത് 0 0. അടുത്ത ലാസ്റ്റ് ടൈം 3 ആയിരുന്നു. 3 - 3 0. x1 x2 x3 0 0 0. ഓക്കെ അല്ലേ? ഇനി എന്താ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള 2 റോ ചൂസ് ചെയ്യാൻ, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള 2 റോ ചൂസ് ചെയ്യാനില്ല. ആകെ ഒരു റോയേ ഉള്ളൂ അല്ലേ? -3 1 9 വരുന്ന റോ. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. -3 x1 പ്ലസ് x2 പ്ലസ് 9 x3 = 0 എന്ന് എഴുതും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ബാക്കിൽ നിന്ന് നമ്മൾ കൊടുത്തു പോകുന്നു. x2 നമ്മൾ 0 കൊടുക്കുന്നു അല്ലേ? പുട്ട് x3ക്കാണ് 0. x3ക്ക് 0 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറുന്നു? 3x1 പ്ലസ് x2 = 0 എന്ന് കിട്ടുന്നു. -3x1 ആയിരുന്നേ. അപ്പൊ -3x1 = -x2 എന്ന് കിട്ടുന്നു. അതായത് 3x1 = x2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ x1 = x2 ഡിവൈഡ് ബൈ എന്ന് എഴുതുന്നു. x1 ഡിവൈഡ് ബൈ = എന്നിട്ട് x1ന്റെ കൂടെയുള്ള കോഷ്യന്റ് എടുത്ത് x2ന്റെ അടിയിൽ കൊടുത്തു. x2ന്റെ കൂടെ ഉള്ള കോഷ്യന്റ് എടുത്ത് x1ന്റെ അടിയിൽ കൊടുത്തു. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 130 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? 130. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ പുട്ട് x2 = 0 കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ക്യാപിറ്റൽ x3 കിട്ടും. പക്ഷെ നമ്മൾ ഈ 3/3 മെട്രിക്സിന്റെ കേസിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നു, ഒറ്റ ഇക്വേഷൻ കിട്ടുന്നു. അതിൽ നമ്മൾ x3 0 കൊടുത്തു. അടുത്ത x2 0 കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് സിമ്മട്രി മെട്രിക്സ് ആണോ ഒന്ന് പരിശോധിക്കണം. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് സിമ്മട്രി മെട്രിക്സ് ആണോ എന്ന് പരിശോധിച്ച്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മെട്രിക്സ് എന്തായിരുന്നു? നോക്കിക്കേ, ഇതല്ലായിരുന്നോ? 3 0 0. അതിന്റെ എ ട്രാൻസ്പോസ് ഒന്ന് എടുത്തേ. 3 0 0. ഫസ്റ്റ് റോയിനെ കോളമായിട്ട് എഴുതുന്നു. -3 4 9. അടുത്തതോ 0 0 3. അപ്പോ എ ഇസ് നോട്ട് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണല്ലേ. ഇത് സിമ്മട്രി മെട്രിക്സ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ഞാനത് പറഞ്ഞു തരാവേ, സിമ്മട്രി മെട്രിക്സിന്റെ കേസിലെ. അപ്പൊ ഇതപ്പോ ഒരു സിമ്മട്രി മെട്രിക്സ് അല്ല. ഇപ്പൊ നമ്മൾ എന്താ നോർമലി നമ്മൾ അടുത്തത് എന്താണ്? പുട്ട് x2 = 0 കൊടുത്ത് ചെയ്തു. അടുത്തത് പുട്ട് സ്മോൾ x2 ന് 0 കൊടുക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറുന്നു? -3x1 പ്ലസ് 9x3 = 0. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു?
-3x1 is equal to -9x3. മൈനസും മൈനസും പോയി, ഈ 3യും ഈ 9ഉം കൂടെ വെട്ടി ഇവിടെ 3 വന്നു. അതായത് x1 is equal to 3x3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ x1 ഡിവൈഡഡ് ബൈ is equal to x2 ഡിവൈഡ് ബൈ എഴുതിട്ട് x1ന്റെ കോഷ്യന്റ് എടുത്ത് x2 x3യുടെ അടിയിൽ ഇടുന്നു. x3 ആണ് ഇവിടെ എഴുതേണ്ടത്. x1 ഡിവൈഡഡ് ബൈ is equal to x3 ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നത്. x2 അല്ലേ, ഇവിടെ നമ്മൾ x1ഉം x3 അല്ലേ കിടക്കുന്നത്. അപ്പൊ x1ന്റെ കോഷ്യന്റ് എടുത്ത് x3യുടെ അടി ഇടുന്നു, x3യുടെ കോഷ്യന്റ് എടുത്ത് x1ന്റെ അടി ഇടുന്നു. അപ്പൊ ക്യാപിറ്റൽ x3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു? 3. അടുത്ത 1 കൊടുക്കരുത്, അടുത്ത 0 കൊടുക്കണം. x2 0 അല്ലേ നമ്മൾ എടുത്ത്, പിന്നെ വേണം 1 കൊടുക്കാൻ, തെറ്റിപ്പോവല്ലേ. അപ്പൊ 3 0 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ കാണുന്ന പ്രോബ്ലം തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. മാട്രിക്സ് A is equal to 2 1 1 1 2 1 0 0 1. ഇതിന്റെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ കാണുക. സൊല്യൂഷൻ എന്ത് കിട്ടുന്നു? 0. അപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് മൈനേഴ്സ് ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് A is equal to 0. ലാംഡ ക്യൂബ് മൈനസ് 5 ലാംഡ സ്ക്വയർ പ്ലസ് അടുത്ത എന്ത് കിട്ടുന്നു? 2 പ്ലസ് 4 മൈനസ് 1 3 ലാംഡ മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0 ഈക്വൽ ടു 0. സോൾവ് ചെയ്തേ. ഇപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് 5 ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ മൈനസ് 4 മൈനസ് 1 3 ഈക്വൽ ടു 0. അപ്പോൾ ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു 3 1 1 എന്നാണ് കിട്ടുന്നത്. ഐഗൺ വാല്യൂസ്. ഇനി ടു ഫൈൻഡ് ഐഗൺ വെക്ടർ, ഐഗൺ വെക്ടർ എങ്ങനെയാണ്? മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 0. നമ്മുടെ മെട്രിക്സിലെ ഡയഗണലിൽ നമ്മൾ ലാംഡ കുറയ്ക്കുന്നു. അപ്പോൾ 2 മൈനസ് ലാംഡ 1 1 1 2 മൈനസ് ലാംഡ 1 0 0 1 മൈനസ് ലാംഡ. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് x1 x2 x3 ആണ്. ഇസ് ഈക്വൽ ടു 0 0 0 എന്ന് വരുന്നു. ഇനി നമ്മൾ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ആദ്യം 3 കൊടുക്കാം. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3 കൊടുക്കുന്നു. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2 മൈനസ് 3 മൈനസ് 1 1 1 1 മൈനസ് 1 1 0 0 0 0 0 0 അല്ല 0 0 മൈനസ് 2 ആണ്. 1 മൈനസ് 3 അല്ല മൈനസ് 2. x1 x2 x3 0 0 0. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് രണ്ടാമത്തേതും മൂന്നാമത്തേതും കൂടെ എടുക്കാം അല്ലേ? അതല്ലേ എളുപ്പം? അല്ലെ 1 ഉം 3 ഉം കൂടെ എടുക്കാം. 1 ഉം 2 ഉം കൂടെ എടുക്കാൻ പറ്റുമോ? മൈനസ് എടുത്ത് വെള്ളിട്ട് കഴിഞ്ഞാൽ 1 ഉം 2 ഉം കൂടെ വേണമെങ്കിൽ എടുക്കാം. 0 വരുന്നതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ എടുക്കുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. x1 divided by is equal to
മൈനസ് x2 ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു x3 ഡിവൈഡ് ബൈ എന്ത് കിട്ടുന്നു 2. ഇതെന്ത് കിട്ടുന്നു 2 ആണോ? -2 കിട്ടും. -1 ഒന്നാമത്തെ എന്ത് കിട്ടുന്നു x2 വരുന്ന കോളവും പോയി റോയും പോയി, അപ്പോൾ -2 ആണ് വരുന്നത്. അടുത്തതോ x3 വരുന്ന കോളവും റോയും പോയി 0 അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് x1 ഡിവൈഡ് ബൈ 2 കൊണ്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൈനസും പോയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു 1 x2 ബൈ 1 x3 ബൈ 0 എന്ന് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? സോറി, ക്യാപിറ്റൽ x1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 110 എന്ന് കിട്ടി. x1 അല്ലേ കണ്ടുപിടിച്ചത്? x1 0 110. ഓക്കെ, ഇനി വെൻ ഇതിനകത്ത് തന്നെ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു ഏതായിരുന്നു? 1 കൊടുക്കണം അല്ലേ? വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 1 ഈ സൈഡിലായിട്ട് എഴുതാം. വെൻ ലാംഡ ഇസ് ഈക്വൽ 1 കൊടുക്കുമ്പോൾ 2 മൈനസ് 1 1 1 1 1 1 1 0 0 0 അല്ലേ? 0 0 0. x1 x2 x3 0 0 0 ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യാൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ഒന്നാമത്തെ രണ്ടാമത്തെ റോ സെയിം അല്ലേ? അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ മതി. എങ്ങനെ വരുന്നത്? x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0. നമ്മൾ എന്താ ചെയ്യുന്നത്? നോർമലി നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? x3ക്ക് പുട്ട് ഇങ്ങനെ വരുമ്പോൾ പുട്ട് x3 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് നമ്മൾ ക്യാപിറ്റൽ x2 കാണും. x3 0 എടുക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറുന്നു? x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 0, x1 ഈസ് ഈക്വൽ ടു മൈനസ് x2 എന്നായി മാറും. ക്ലിയർ? ഇനി നമ്മൾ സൈഡിലായിട്ട് x1 ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു x2 ഡിവൈഡ് ബൈ എന്ന് എഴുതിയിട്ട് x1ന്റെ കൂടെയുള്ള കോഷ്യന്റ് എടുത്ത് x2ന്റെ അടി ഇട്ടു, x2ന്റെ കൂടെ -1 അല്ല, അതെടുത്ത് x1ന്റെ അടി ഇട്ടു. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? -1 1 0 എന്ന് കിട്ടും. ക്യാപിറ്റൽ x2 -1 1 0. ഇനി അടുത്ത് നമുക്ക് പുട്ട് x2 ഈക്വൽ ടു 0 കൊടുക്കണമെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് സിമ്മട്രി മെട്രിക്സ് ആണോ ചെക്ക് ചെയ്യണം, എന്നിട്ടാണ് കൊടുക്കേണ്ടത്. ഈ തന്നിട്ടുള്ള മെട്രിക്സ് സിമ്മട്രി മെട്രിക്സ് അല്ല. അപ്പൊ നമുക്ക് പുട്ട് x2 ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ x1 പ്ലസ് x3 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അടുത്ത സ്റ്റെപ്പില് x1 ഈക്വൽ ടു മൈനസ് x3 എന്ന് കിട്ടുന്നു. x1 ബൈ ഈക്വൽ ടു x3 ബൈ എന്ന് എഴുതിയിട്ട് x1ന്റെ കൂടെയുള്ള കോഷ്യന്റ് 1 ആണ്, അതെടുത്ത് x3 എഴുതി കൊടുത്തു. x3യുടെ കൂടെ -1 അല്ലേ, അതെടുത്ത് x1ന്റെ എഴുതി കൊടുത്തു. അപ്പൊ ക്യാപിറ്റൽ x3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? -1 0 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി വേറൊരു കേസ് വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ അതേ പ്രോബ്ലം അങ്ങനെ ചോദിക്കാറില്ല KTയിൽ, ഞാൻ പിന്നെ ജസ്റ്റ് ചുമ്മാ പറയുകയാണ്. അപ്പൊ എനിക്ക് ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള 3 ലാംഡ വാല്യൂ കിട്ടിയിരുന്നു. എനിക്ക് ലാംഡയുടെ വാല്യൂ 1 1 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ഐഗൻ വെക്ടർ കാണാനായിട്ട് ലാംഡ ഇസിക്കൽ 1 കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ മെട്രിക്സിന്റെ റോസ് എല്ലാം ഈക്വൽ ആണെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഓരോ ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ കാണണമല്ലോ. അതെങ്ങനെ കാണാം? പുട്ട് സ്മോൾ x3 ഈക്വൽ 0 കൊടുക്കുന്നു, ക്യാപിറ്റൽ x1 കിട്ടുന്നു. അടുത്ത പുട്ട് സ്മോൾ x2 ഈക്വൽ 0 ക്യാപിറ്റൽ x2 കിട്ടുന്നു. അടുത്തത് പുട്ട് x1 ഈക്വൽ സ്മോൾ x1 ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ക്യാപിറ്റൽ x3 കിട്ടുന്നു. ഇത് ഏത് കേസാണ്? ഐഗൻ വാല്യൂസ് ആർ സെയിമും ആയിരിക്കണം. ആ ഐഗൻ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒറ്റ ഇക്വേഷനും ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതല്ല, ഐഗൻ വാല്യൂസ് ലാംഡ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 1 1 1 എന്ന് കിട്ടുകയും ദെൻ ലാംഡ ഈക്വൽ 1 കൊടുത്തപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള 2 റോ ആണ് കിട്ടുന്നത്. 1 2 1 എന്നും 0 0 1 0 0
1 എന്നുമാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള 2 റോ ചൂസ് ചെയ്ത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി നമുക്ക് ഐഗൺ വെക്ടർ കാണാം. ഇവൻ ലാംഡ ഇസിക്കൽ 1 കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് x1 ആയി x2 ആയി x3 എന്നൊക്കെ എഴുതിയിട്ട് 1 2 1 എന്നൊക്കെ എഴുതുന്നു, 0 0 1 എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ മറ്റേ വരച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്യാപിറ്റൽ x1 കിട്ടുന്നു. ഇനി അടുത്തൊരു ലാംഡ ഇസിക്കൽ പിന്നെയും 1 ആണ് കിടക്കുന്നത്. അത് കൊടുക്കുമ്പോഴേ നമുക്ക് ഇതേ മെട്രിക്സ് തന്നെയല്ലേ കിട്ടുന്നത്, ഇതേ ഐഗൺ എന്താണ് വെക്ടർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് പുതിയതായിട്ട് ഒരു ഐഗൺ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കേസിൽ ഒറ്റ ഐഗൺ വെക്ടർ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അത് ഏത് കേസാണ്? ഐഗൺ വാല്യൂസ് എല്ലാം സെയിമും വരുന്നു, ആ ഐഗൺ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരൊറ്റ ഐഗൺ വെക്ടർ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. മറ്റേ ആദ്യം പറഞ്ഞ കേസ് ഏതായിരുന്നു? ലാംഡയുടെ വാല്യൂസ് എല്ലാം സെയിം ആണ്. ആ വെൻ ലാംഡ ഇസിക്കൽ 1 കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റ ഒരു ഇക്വേഷൻ, അതായത് ഒറ്റ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ 3 റോയും സെയിം ആകണം, അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി 2 റോ 0യും ഒരു റോ 1 1 1 അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ട് അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ x3 ഇസിക്കൽ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഐഗൺ വെക്ടർ കിട്ടുന്നു, പുട്ട് x2 ഇസിക്കൽ 0 എടുക്കുമ്പോൾ മറ്റൊരു ഐഗൺ വെക്ടർ കിട്ടുന്നു, പുട്ട് x1 ഇസിക്കൽ 0 എടുക്കുമ്പോൾ മറ്റൊരു ഐഗൺ വെക്ടർ കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കേസിൽ നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഞാൻ കുറെ സമയം മുന്നേ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഐഗൺ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നു, ഐഗൺ വാല്യൂസ് സെയിം ആയിട്ട് വരുന്നു. അപ്പൊ നമ്മൾ പുട്ട് x3 ഇസിക്കൽ 0 കൊടുത്ത് നമുക്ക് ഒരു ഐഗൺ വെക്ടർ കിട്ടുന്നു. അടുത്ത ഐഗൺ വെക്ടർ കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഈ തന്നിട്ടുള്ള മെട്രിക്സ് സിമെട്രി മെട്രിക്സ് ആണോ ചെക്ക് ചെയ്യണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കാം അതെന്താണ് പറഞ്ഞതെന്ന് ചോദിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമെട്രി മെട്രിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമെട്രി മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ കാണാനായിട്ടുള്ള പ്രോബ്ലത്തിലല്ല വരുന്നത്, നമുക്ക് ഡയഗണലൈസ് ചെയ്യാനുള്ള മെട്രിക്സിന്റെ രൂപത്തിലാണ് ഇങ്ങനെയുള്ള സിമെട്രി മെട്രിക്സിന്റെ പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് നമുക്ക് അതിനകത്ത് എന്താണ് മാറ്റം എന്ന് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എഴുതിക്കൂ. മെട്രിക്സ് ആണ് ഇത്, നേരത്തെ KT ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയഗണലൈസ്ഡ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ പിന്നെ ഇത് ഐഗൺ വെക്ടർ ഐഗൺ വാല്യൂസ് പഠിപ്പിക്കുന്നതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനിലെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. മെട്രിക്സ് A is equal to 3 1 1 1 3 minus 1 1 minus 1 3. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ കാണുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഐഗൺ വാല്യൂ കാണണം അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിക്കേ. ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് a minus lambda I is equal to 0. Lambda cube minus trace of a lambda, trace of a lambda square ആണ്, പ്ലസ് സം ഓഫ് മൈനേഴ്സ് ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് a is equal to 0. അതായത് ലാംഡ ക്യൂബ് മൈനസ് 6 6 3 9 പ്ലസ് അടുത്തത് എന്ത് കിട്ടുന്നു? 9 മൈനസ് 1 8 പ്ലസ് അടുത്ത എന്ത് കിട്ടുന്നു? 9 മൈനസ് 1 8 അടുത്ത എന്ത് കിട്ടുന്നു? 9 മൈനസ് 1 8 ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് 3 ഇൻറ്റു 8 അല്ലേ. 9 മൈനസ് 1 8 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 വരുന്ന കോളം റോയിൽ പോയി, അപ്പൊ 3 ഇതും പോയി ഇതും പോയി, അപ്പൊ 3 മൈനസ് മൈനസ് 1 ആണ്, 3 പ്ലസ് 1 4 എന്ന് കിട്ടുന്നു, പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 3 അല്ലേ, മൈനസ് 4 എന്ന് കിട്ടുന്നു, ഈക്വൽ ടു 0.
അതായത് ലാംഡ ക്യൂബ് മൈനസ് 9 ലാംഡ സ്ക്വയർ പ്ലസ് 24 ലാംഡ മൈനസ് ഇതെന്ത് കിട്ടുന്നു? S3 24 മൈനസ് 4 മൈനസ് 4 അല്ലേ? 24 മൈനസ് 8 അപ്പൊ എന്ത് കിട്ടുന്നു? 16 അല്ലേ? 16 4 20 24 16 കിട്ടുന്നു. ഇത് ഈസ് ഈക്വൽ ടു 0. നമ്മൾ ലാംഡയുടെ വാല്യൂ കാണുവാണ്. കാൽക്കുലേറ്റർ എടുക്കുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചോട്ടെ. നമുക്ക് കിട്ടുന്നത് 1 4 4 എന്നാണ് കിട്ടുന്നത്. ഐഗൺ വാല്യൂസ് റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഓരോ ഐഗൺ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കാണണം. അപ്പൊ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ ഐഗൺ വെക്ടർ എങ്ങനെ കാണുന്നത്? മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ? അതായത് നമ്മുടെ ക്വസ്റ്റിനകത്തോളം തന്നിട്ടുള്ള മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ് നമ്മൾ ലാംഡ കുറയ്ക്കണം. അപ്പോൾ 3 മൈനസ് ലാംഡയെ 1 1 1 3 മൈനസ് ലാംഡയെ -1 അടുത്ത 1 -1 3 മൈനസ് ലാംഡയെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 x2 x3 is equal to 0 0 0. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി വെൻ ലാംഡ is equal to 1 കൊടുക്കുന്നു. വെൻ ലാംഡ is equal to 1 കൊടുക്കുമ്പോൾ 3 മൈനസ് 1 അല്ലേ? 3 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 2 2 1 1 1 2 മൈനസ് 1 1 മൈനസ് 1 2 x1 x2 x3 0 0 0. എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും രണ്ട് റോ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ റോ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. x1 x2 x3 2 1 1 1 2 മൈനസ് 1 x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു മൈനസ് x2 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു x3 ഡിവൈഡ് ബൈ എന്ന് എഴുതുന്നു. അതിനുശേഷം x1 വരുന്ന കോളം റോയിൽ മാറ്റുന്നു. ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ അറിയാമല്ലോ, വെട്ടി കാണിക്കണം. ഇതും പോയി ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ. അപ്പോൾ 2 ഇൻറ്റു -1 -1 -1 -2 -3 അടുത്ത എന്ത് കിട്ടുന്നു? -2 -1 അതും -3 എന്ന് കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? 4 -1 3 എന്ന് കിട്ടുന്നു. ത്രൂ ഔട്ട് നമ്മൾ ഇവിടെ ഇത് മൈനസും പോയെ. ത്രൂ ഔട്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x1 ബൈ -1 x2 ബൈ 1 x3 ബൈ 1 എന്ന് കിട്ടും. അതായത് നമുക്ക് ക്യാപിറ്റൽ x1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? -1 1 1 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? -1 1 1. ഇനി അടുത്തത് വെൻ ലാംഡ ഈസ് ഈക്വൽ ടു ഏതായിരുന്നു? ലാംഡ ഈസ് ഈക്വൽ ടു 4 അല്ലേ കൊടുക്കുന്നത്? ഓക്കെ, വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 4 ഞാൻ ഈ സൈഡിലായിരുന്നു. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 4 കൊടുത്തു. ലാംഡ ഈസ് ഈക്വൽ ടു 4 കൊടുക്കുമ്പോൾ നമ്മുടെ മെട്രിക്സ് എന്താ പറയുന്നത്? 3 മൈനസ് 4 -1 1 1 അടുത്തത് 1 -1 -1 അടുത്തത് 1 -1 -1 x1 x2 x3 0 0 0. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒന്നാമത്തെ റോയിൽ നിന്നും ഒരു മൈനസ് എടുത്ത് വെളിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? 1 -1 -1 ആയില്ല. അതായത് 3 റോയും ഈക്വൽ ആകത്തില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 3 റോയും ഈക്വൽ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്കൊരു 2 റോ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഏതെങ്കിലും ഒരു റോയുടെ ഇക്വേഷൻ എഴുതിയിട്ട് x3 = 0 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് റോയുടെ ഇക്വേഷൻ എഴുതുന്നു. -x1 + x2 +
x3 is equal to 0 എന്ന് എഴുതും. അതിനുശേഷം പുട്ട് x3 is equal to 0 എടുക്കുക. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് x1 പ്ലസ് x2 is equal to 0 എന്നായി. അതിൽ നിന്ന് മൈനസ് x1 is equal to മൈനസ് x2 എന്നാണ് കിട്ടുന്നത്. മൈനസും മൈനസും പോകുന്നു, മൈനസും മൈനസും പോയി. അതായത് x1 is equal to x2 എന്ന് കിട്ടുന്നു. x1 ഡിവൈഡഡ് ബൈ is equal to x2 ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ x1ന്റെ കോഷ്യന്റ് എടുത്ത് x2ന്റെ അടി ഇട്ടു, x2ന്റെ കോഷ്യന്റ് എടുത്ത് x1ന്റെ അടി ഇട്ടു. നമുക്ക് അപ്പോൾ ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? 110 എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നമുക്ക് വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 4 ആണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ലാംഡയുടെ വാല്യൂ റിപ്പീറ്റഡ് ആയിട്ട് വരികയും ഒരൊറ്റ ഇക്വേഷൻ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സ് സിമ്മട്രി മെട്രിക്സസ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സ് എടുക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യമേ സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലാംഡയുടെ വാല്യൂ എന്താണ്, 2 ലാംഡയുടെ വാല്യൂ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സൈഡിലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ എ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കി. എ ട്രാൻസ്പോസ്, എയുടെ ട്രാൻസ്പോസ് എടുത്ത് 311, അതായത് ഫസ്റ്റ് റോയിന് എയിലെ ഫസ്റ്റ് റോ ഉണ്ടല്ലോ അതിനെ കോളം ആയിട്ട് എഴുതുന്നു. സെക്കൻഡ് റോയിനെ അടുത്ത കോളം ആയിട്ട് എഴുതുന്നു. അപ്പൊ 1 3 മൈനസ് 1, അടുത്തതോ 1 മൈനസ് 1 3. നോക്കി 3 രണ്ട് സെയിം ആണല്ലേ. എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇതൊരു സിമ്മട്രി മെട്രിക്സ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സിമ്മട്രി മെട്രിക്സ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐഗൺ വെക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ പുട്ട് x2 is equal to 0 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സിമ്മട്രി മെട്രിക്സിന്റെ കേസിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഫോർ സിമ്മട്രി മെട്രിക്സസ് only. ഫോർ സിമ്മട്രിക് മെട്രിക്സസ്, സിമ്മട്രി മെട്രിക്സസ് നമ്മൾ അടുത്ത ഐഗൺ വെക്ടർ കാണുന്നതിനായിട്ട് പുട്ട് x2 is equal to 0 എന്ന് പറഞ്ഞ് കൊടുത്ത് എഴുതാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് x1 എഴുതുന്നു, x2 എഴുതുന്നു, x3 എഴുതുന്നു. അതിനുശേഷം ക്യാപിറ്റൽ x1ഉം ക്യാപിറ്റൽ x2 ഞാൻ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് ആ ക്യാപിറ്റൽ x1 ഉണ്ടല്ലോ അത് നേരെ നമ്മൾ ഇതിന്റെ റോ ആയിട്ട് എഴുതുന്നു. ക്യാപിറ്റൽ x1ന്റെ കാര്യം എന്തായിരുന്നു? -1 1 1 അല്ലേ. അതായത് ഈ x1ന്റെ അടി -1 കൊടുക്കണം, x2ന്റെ അടി 1 കൊടുക്കണം, x3ന്റെ അടി 1 കൊടുക്കണം. ക്യാപിറ്റൽ x2 എന്താ? 110 അല്ലേ. 110. ഇനി ഇതിന്റെ നമ്മൾ എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു x3 ഡിവൈഡ് ബൈ. ക്ലിയർ? ഇനി നമ്മൾ ഇതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ അടുത്ത ഐഗൺ വെക്ടർ ആയിട്ട് എഴുതുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു? 1 into 0 0 0 minus 1 minus 1. അടുത്തതോ 0 0 minus 1. അടുത്തതോ -1 minus 1. അപ്പൊ -2 എന്ന് കിട്ടുന്നു. മൈനസും മൈനസും പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം x1 by -1 is equal to x2 by 1 is equal to x3 by -2. അതായത് ക്യാപിറ്റൽ x3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ x3 -1 1 -2 എന്ന് കിട്ടി. ഇത് എന്തിന്റെ കേസിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? സെയിം ആയിട്ടും വരുന്നു. ആ ഐഗൻ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനകത്ത് നമ്മൾ എന്താണ് ഇക്വേഷൻസ് എല്ലാം സെയിം ആയിട്ടും വന്നു കഴിഞ്ഞാൽ പുട്ട് x3 is equal to 0 കൊടുത്ത ഒരു ഐഗൻ വെക്ടർ കിട്ടും. പുട്ട് x2 is equal to 0 നമുക്ക് കൊടുക്കാൻ പറ്റില്ല സിമ്മട്രി മെട്രിക്സിന്റെ കേസിൽ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ x1നെയും ക്യാപിറ്റൽ x2നെയും നമ്മൾ എന്താണ് റോ ആയിട്ട് നമ്മൾ എഴുതിയിട്ട് അതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരവാണ് നമ്മുടെ ക്യാപിറ്റൽ x3 ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. വേറെ കേസിലാണ് സിമ്മട്രി മെട്രിക്സിന്റെ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത കേസിലെല്ലാം നമ്മൾ പുട്ട് x3 is equal to 0 കൊടുത്ത് നമുക്ക് ഒരു ഐഗൺ വെക്ടർ കിട്ടുന്നു. പുട്ട് x2 സ്മോൾ x2ന് 0 കൊടുക്കുമ്പോൾ അടുത്ത ഐഗൺ വെക്ടർ കിട്ടുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ സിമ്മട്രി മെട്രിക്സിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദ ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്
eigenvalues of the matrix. Matrix A is equal to 2, 0, 1, 0, 2, 0, 1, 0, 2, or 1, 2 and 3. Eigenvalue ഇവിടെ തന്നിട്ടുണ്ട്. Find the eigenvalues of a raised to 5 and a inverse without using its characteristic equation. ഇത് 2020 KT ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഐഗൺ വാല്യൂസ് അവർ തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ കണ്ടുപിടിക്കുക? ഐഗൺ വാല്യൂസ് ഓഫ് എ റേസ്ഡ് 5 എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ ഐഗൺ വാല്യൂസ് ആർ eigenvalues are 1, 2 and 3. ഇനി eigenvalue of a raised to 5 are eigenvalue of a raised to 5 are, അതായത് ഓരോ ഐഗൺ വാല്യൂവിന്റെ raised to 5 എടുത്താൽ മതി. 1 raised to 5, 2 raised to 5 and 3 raised to 5. അതായത് അതിങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, ഇനി ഐഗൺ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ് ആർ A inverse are A inverse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലാംഡ എന്നാണ്. 1 ലാംഡ, അതായത് ഓരോ ഐഗൺ വാല്യൂവിന്റെ 1 ഫോം എഴുതുന്നത്. അപ്പോൾ 1/1, അടുത്ത 1/2, അടുത്ത 1/3. 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ 1 എന്ന് എഴുതിയാണ്. ഫസ്റ്റ് ടൈം 1, അടുത്ത 1/2, അടുത്ത 1/3. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഉത്തരം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 2 ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് 3, -1, 1, -1, -5, -1, 1, -1, 3 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. വിത്തൗട്ട് യൂസിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ദ അതർ ഐഗൺ വാല്യൂസ് കാണുക. ബാക്കി രണ്ട് ഐഗൺ വാല്യൂ കാണുക. ഓൾസോ ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ക്യൂബ്, എ ട്രാൻസ്പോസ്, എ ഇൻവേഴ്സ്, 5a, a-3a ആൻഡ് അഡ്ജ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു ഐഗൺ വാല്യൂ തന്നിട്ടുണ്ട്, അടുത്ത രണ്ട് ഐഗൺ വാല്യൂ കാണണം. എന്നിട്ട് നമ്മൾ ഐഗൺ വാല്യൂസ് ഓഫ് എ ക്യൂബും എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും ഒന്ന് കാണുക. അപ്പൊ നമുക്ക് ലെറ്റ് എ ഈസ് ഈക്വൽ ടു തന്നിട്ടുള്ള മെട്രിക്സിനെ എ എന്ന് വിളിക്കും. 3, -1, 1, -1, 5, -1, 1, -1, 3 and given 2 is an eigenvalue of A. 2 is an eigenvalue of A. Eigenvalue of A. രണ്ട് തന്നിട്ടുണ്ട്. Let other eigenvalue be. Let the other eigenvalue be lambda 1, lambda 2. lambda 1, lambda 2 ആയിട്ട്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഐഗൺ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. രണ്ട് പ്രോപ്പർട്ടി ആണുള്ളത്. അത് രണ്ടും ഞാനിപ്പോൾ എഴുതാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഐഗൺ വാല്യൂ ഓഫ് എ matrix is equal to the sum of its diagonal elements.
sum of its diagonal elements. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ product of eigenvalues of a matrix is equal to the determinant value. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഗൺ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു ദ ഡയഗണൽ എലമെന്റ് ഓഫ് എ മെട്രിക്സ്. അതായത് ഈ മെട്രിക്സിന് ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, ഇത് നോക്കൂ, 3 + 5 + 3. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി ഞാൻ കൊടുക്കുവാണ്. ആദ്യത്തെ പ്രോപ്പർട്ടി പ്രകാരം സം ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്. അതായത് λ1 + λ2 + 2 എന്ന് പറയുന്നത് ഈക്വൽ ടു ഡയഗണൽ എലമെന്റ് സം. അതായത് 3 + 5 + 3 എന്ത് കിട്ടുന്നു? 11. സോൾവ് ചെയ്തേ. λ1 + λ2 = 11 - 2 9 എന്ന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് എ കാണുക. ഡിറ്റർമിനന്റ് എ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് 3 - 1 1 -1 5 -1 1 - 1 3, which is equal to 3 × 15 - 1 14 +1. അടുത്ത എന്ത് കിട്ടുന്നു? -3a + 1 -2 +1 × അടുത്ത എന്ത് കിട്ടുന്നു? 1 - 5 4, which is equal to എന്ത് കിട്ടുന്നു? 42 - 2 4 36 എന്ന് കിട്ടും അല്ലേ? 14 × 3 42 അല്ലേ? 12 36 കിട്ടും. അതായത് ഡിറ്റർമിനന്റ് വാല്യൂന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് എ മെട്രിക്സ്. പ്രോഡക്റ്റ്, അതായത് λ1 × λ2 × 2 എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിറ്റർമിനന്റ് വാല്യൂ. അതായത് λ1 × λ2 = 36/2 എന്നാണ് 18. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നിങ്ങൾ സോൾവ് ചെയ്യുക. 1 and 2. 1ൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാം? λ2 = 9 - λ1 എന്ന് എഴുതാം. ഈ സാധനം കൊണ്ടുപോയി നമ്മുടെ 2വിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 അപ്പം എന്തായി? λ2ന്റെ അവിടെ കൊണ്ടുപോയി 9 - λ1 കൊടുത്തു 18, which implies എന്ത് കിട്ടുന്നു? 9 λ1 - λ1² = 18 എന്ന് കിട്ടുന്നു. which implies നമുക്ക് എന്ത് എഴുതാം? ഇതെല്ലാം അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? λ1² - 9 λ1 + 18 = 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. ഈ λ1 നിങ്ങൾക്ക് 2 വാല്യൂ കിട്ടും. അതിൽ ഒരു വാല്യൂ λ1 ആയിട്ടും മറ്റേ λ2 ആയിട്ടാണ് എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ കിട്ടും ഇതിന്റെ ഉത്തരം? സിമ്പിളായിട്ട് കിട്ടുന്ന എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പെട്ടെന്ന് ഇതാണ് നോക്കൂ. 2 സംഖ്യകൾ കൂട്ടിയപ്പോൾ 2 സംഖ്യകളുടെ സമ്മ് 9 കിട്ടുന്നു. അതിന്റെ പ്രോഡക്റ്റ് 18 കിട്ടുന്നു. അത് ഏതാണ് സംഖ്യകൾ? 6 3 അല്ലേ വരുന്നത്? 6 3 6 + 3 9 6 × 3 18. ഓക്കെ, അപ്പോൾ ബാക്കി 2 ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? എന്താണ്? 6ഉം 3ഉം ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേത് ഇപ്പൊ നമുക്ക് 6ഉം 3 കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് എഴുതാം? ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ആർ 2 3 6 എന്ന് ഞാൻ എഴുതുന്നു. ഇനി ഐഗൺ വാല്യൂസ് ഓഫ് a³ ആർ എന്ത് കിട്ടുന്നു? ഇതിന്റെ ക്യൂബ് 2³ 3³ 6³. അടുത്ത ഐഗൺ വാല്യൂസ് ഓഫ് എ ട്രാൻസ്പോസ് ആർ. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഐഗൺ വാല്യൂ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഐഗൺ വാല്യൂ തന്നെ എഴുതിയാൽ മതി. എ ട്രാൻസ്പോസ് = λ ആണ്. അടുത്തത് എ ഇൻവേഴ്സ്. ഐഗൺ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ് ആർ 1/2 1/3
1/6 അല്ലേ. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, 1/λ എന്നല്ലേ പറഞ്ഞു, നമ്മൾ മുമ്പ് ചെയ്ത. ഇനി ഐഗൺ വാല്യൂ ഓഫ് 5a 5ar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐഗൺ വാല്യൂന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ 5 × 2 10, 5 × 3 15, 5 × 6 30. ഓക്കെ. ഇനി അടുത്തതോ ഐഗൺ വാല്യൂ ഓഫ് a-3ir. a-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഐഗൺ വാല്യൂ ഉണ്ടല്ലോ 2 3 6 അല്ലേ, അതിൽ നിന്ന് നമ്മൾ 3 കുറയ്ക്കുക. അപ്പോൾ 2 - 3 ഫസ്റ്റ് ഐഗൺ വാല്യൂവിൽ നിന്ന് 3 കുറയ്ക്കും. രണ്ടാമത്തെ ഐഗൺ വാല്യൂ 3 ആണ്, 3 - 3. അടുത്ത 6 - 3. അതിന്റെ ആൻസർ എന്ത് കിട്ടുന്നു? -1 0 3 എന്ന് കിട്ടുന്നു. ഇതാണ് ഐഗൺ വാല്യൂ ഓഫ് a-3i ആണ്. അടുത്തത് അഡ്ജ് ഐഗൺ വാല്യൂ ഓഫ് ആണ്. ഇവിടെ എഴുതിക്കോണം കേട്ടോ, ഞാൻ മുകളിൽ എഴുതിയേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അഡ്ജ് ആർ. അപ്പൊ അഡ്ജയുടെ ഒരു ഫോർമുല ഉണ്ട്. അഡ്ജ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിറ്റർമിനന്റ് എ ഡിവൈഡഡ് ബൈ ലാംഡ എന്നാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ എന്താ, നമുക്ക് 36 എന്നാണ് കിട്ടുക. അപ്പോൾ 36/2 ഓരോ ഐഗൺ വാല്യൂ ആയിട്ട് ഡിവൈഡ്. അടുത്തതാ 36/3, അടുത്തതാ 36/6. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 18 കിട്ടുന്നു. ഇതെന്ത് കിട്ടുന്നു? 12 കിട്ടുന്നു. ഇതെന്ത് കിട്ടുന്നു? 6 കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഉത്തരം. എളുപ്പമല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് എ പാർട്ടിൽ ചോദിക്കാറുണ്ട്, പാർട്ട് ബിയിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്ന പ്രോബ്ലം ഉണ്ട്, അത് പാർട്ട് ബിയിൽ പഴയ സ്കീമിലെ സ്റ്റുഡൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വരാം. അപ്പൊ നിങ്ങൾ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറിന്റെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡയഗണലൈസേഷൻ ആണ് പഠിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ KT ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്